നമസ്തേ, സ്വാഗതം ബീറ്റൺ ഓർഗാനിക്സിൻ്റെ 177ാമത് എപ്പിസോഡിലേക്ക്. ഇത് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ സമൃദ്ധമായിട്ട് കാണുന്നതും ഇപ്പോഴത്തെ കുട്ടികൾ തെറ്റിദ്ധരിക്കാവുന്നതുമായിട്ടുള്ള ഒരു പഴത്തിനെയാണ് കേട്ടോ. ഇതാണ് അയിനിച്ചക്ക, അല്ലെങ്കിൽ അയിനിപ്ലാവ്, ആഞ്ഞിലിപ്ലാവ്, കാട്ടുചക്ക എന്നൊക്കെ അറിയപ്പെടുന്ന ആഞ്ഞിലിച്ചക്ക, മറിയപ്പഴം, അയിനിച്ചക്ക, ആനിക്കാവിള, അയിനിപ്പഴം എന്നൊക്കെ പറയുന്ന ചക്ക. പെട്ടെന്ന് കാണുമ്പോൾ ചിലവർക്കൊക്കെ അത് ദൂരിയാനാണെന്ന് തോന്നാൻ സാധ്യത ഉണ്ട്. ദുരിയാനല്ല, അയിനിപ്ലാവാണ് കേട്ടോ. നമ്മൾ പണ്ടൊക്കെ വീട് പണിക്കൊക്കെ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉള്ളതാണ്, ഒരു മധുരവും പുളിയൊക്കെ കലർന്നിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അതിൻ്റെ ചക്കയുടെ ചുള മാത്രമല്ല കഴിക്കുള്ളൂ, അതിൻ്റെ കുരുവും കഴിക്കും. നമ്മളതിൻ്റെ കുരു കഴുകി ഉണക്കി വറുത്ത് പൊടിച്ചിട്ട് നമ്മൾ നിലക്കടലയൊക്കെ തിന്നണ പോലെ വറുത്ത് കഴിക്കും. നല്ല ടേസ്റ്റാണ്. ഇതിന് അല്ലുക്കുരു അല്ലെങ്കിൽ അയിനിക്കുരു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഔഷധ ഗുണമുള്ളതാണ് കേട്ടോ. ഇലയും വേരും തടിയും ഒക്കെ. ഇലകൾ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് പനിക്ക്, മുറിവിന്, ത്വക്ക് രോഗങ്ങൾക്ക്, വാദത്തിനൊക്കെ ഉപയോഗിക്കും. ഈ പ്ലാവിൻ്റെ തടിയുടെ കട്ടിൽ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാദം കുറയുന്നുണ്ട്. വേര്, വയറിളക്കം, അലർജി, ത്വക്ക് രോഗങ്ങൾ അതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പ്ലാവിലിട്ട വെള്ളം, വെറും പ്ലാവിൽ മാത്രം ഇട്ട വെള്ളം കുടിച്ചു കഴിഞ്ഞു വെച്ചാൽ അസിഡിറ്റി, ഗ്യാസ്, വയറിളക്കം, ഛർദി, വയറിനെ തണുപ്പിക്കുന്നത് ഒക്കെ ഉണ്ട് കേട്ടോ. പ്ലാവിൽ മലബന്ധം കുറയ്ക്കുന്നുണ്ട്. പിന്നെ പഴുത്ത പ്ലാവിൽ ഞെട്ടും ജീരകം കൂടി മിക്സ് ചെയ്ത് തിളപ്പിച്ചിട്ട് ചെറു ചൂടോടെ കഴിച്ചു കഴിഞ്ഞാൽ ദഹനം കുറവുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റാണ്. ഷുഗർ നമ്മളതിനെ മിനിമൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്, ഗ്യാസ് ഒഴിവാക്കുന്നുണ്ട്. എസ്പെഷ്യലി മഴക്കാലത്ത് ഉണ്ടാവുന്ന പനി, ജലദോഷം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ മാറ്റാനായിട്ട് സ്വയമേവ പ്രതിരോധ ശേഷി കൂട്ടാനുള്ള ഒരു കഴിവുണ്ട്. പിന്നെ 1 കിലോനൊക്കെ നല്ല വില ഉണ്ട് കേട്ടോ, 200ൻ്റെ മുകളിൽ ഇതുണ്ട്. പിന്നെ ആസ്മ രോഗികൾ ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ കഴുകി ഉണക്കി തോല് കളഞ്ഞ കുരു വറുത്ത് അത് പൊടിച്ച് തേനിൽ ചേർത്ത് ചാലിച്ചു കഴിഞ്ഞാൽ ആസ്മ രോഗികൾക്ക് ബെസ്റ്റാണെന്നാണ് പറയണത്.